ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു ഗുരുവായൂർ യാത്രയുടെ കഥയാണ് പറയാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഞാനും എൻ്റെ ചേച്ചിയുടെ ഫാമിലിയും കൂടി കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതെൻ്റെ അമ്മയായിട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ നേരത്തെ പിടിച്ചു നിർത്തിയതാണ്. അങ്ങനെ നമ്മൾ 3 സിസ്റ്റേഴ്സും ഒരേ ഔട്ട്ഫിറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെനിക്ക് ചേച്ചി വിഷുവിന് ഗിഫ്റ്റ് ചെയ്തതാട്ടോ. അപ്പോൾ വേഗം റെഡി ആയി കഴിഞ്ഞു എല്ലാവരും. ഞാനാണ് ഫസ്റ്റ് റെഡി ആയത്. എല്ലാവരും പറഞ്ഞല്ലോ ഞാനാണ് ഫസ്റ്റ് റെഡി ആയത്. അങ്ങനെ നമ്മൾ റൂം കീ ഒക്കെ എടുത്ത് റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ആ ഗ്യാപ്പിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസും 2 പേരും മാത്രമായിട്ട് എടുത്തു കേട്ടോ. എന്നിട്ട് എല്ലാ കുടുംബത്തിലും ലേറ്റായിട്ട് വരുന്ന ഒരാളുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് അതിനെ കളിയാക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി വേഗം ലിഫ്റ്റിൽ കയറി നമ്മൾ നേരെ താഴെ ഇറങ്ങിയിട്ട് ഹോട്ടലിൻ്റെ ആൾക്കാർ തന്നെ നമുക്ക് ക്യാബ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ അമ്പലത്തിലേക്ക് പോകാനായിട്ട്. അങ്ങനെ അവരുടെ ക്യാബിൽ നമ്മൾ നേരെ അമ്പലത്തിൽ എത്തി കേട്ടോ. അമ്പലത്തിൽ എത്തിയ ഉടനെ ഗീതമ്മ പറഞ്ഞു നമുക്ക് വരമാല വാങ്ങണം. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് 2 കുടുംബത്തിൽ നിന്ന് 2 വരമാല വാങ്ങി. കണ്ണനെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും കണ്ണനെ കൊണ്ടുപോകണ്ടേ. അങ്ങനെ നമ്മൾ വരമാല വാങ്ങി നേരെ ക്ലോക്ക് റൂമിൽ നമ്മുടെ ബാഗും ഫോണൊക്കെ വെച്ച് വേഗം തൊഴുതിറങ്ങി. പ്രസാദമൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നമ്മുടെ ചേട്ടൻ്റെ കടയുണ്ടായിരുന്നു തൊട്ടടുത്ത്. അവിടെ ചെന്നൊരു മസാല ദോശ കഴിച്ചു. എന്താണെന്നറിയില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ അമ്പലത്തിൽ പോയാൽ മസാല ദോശ അത് നിർബന്ധമാണ്. എന്നിട്ട് തൊട്ടടുത്ത കടകളിലും അവിടുത്തെ ഫ്രണ്ട് സൈഡിലൊക്കെ നിന്ന് 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം ഉച്ചയാകുമ്പോഴേക്കെങ്കിലും നമുക്ക് വീടെത്തണം എന്ന് പറഞ്ഞിട്ട് എല്ലാം ഓടിപ്പിടിച്ച് അമ്മമാർ പാക്ക് ചെയ്ത് നേരെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന സീനാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോ പെട്ടെന്ന് കിട്ടി. ഓട്ടോ ചേട്ടൻ പറഞ്ഞു മക്കളെ 9:15 ഒരു ട്രെയിൻ ഉണ്ട്, ഇപ്പോൾ പോയാൽ നിങ്ങൾക്ക് ആ ട്രെയിൻ കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ നേരെ ഓടി ആ ട്രെയിനിൽ കയറി. ഓടി പിടിച്ച് ട്രെയിനിൽ കയറി കഴിഞ്ഞിരുന്ന് സമാധാനമായി വീഡിയോ എടുക്കുന്നതാണ് ഈ കാണുന്നത്. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പൊന്നൂടെ അടുത്ത് പറഞ്ഞു പൊന്നു ഇത്തിരി ക്യൂട്ട്നെസ് ഇടൂ. അങ്ങനെ പൊന്നു ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറിയിട്ട് വന്നതിന് ശേഷം നമ്മുടെ വീട്ടുകാർ തൊട്ടപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവർ വിളിച്ചപ്പോൾ ആ റിയാക്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അടിപൊളിയായിട്ട് കണ്ണനെയും തൊഴുത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം കേട്ടോ. ചേട്ടാ ബൈ ബൈ.